സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടുപിടിക്കാനുള്ള കുറച്ച് വേറെ എക്സ്പെരിമെൻസിൻ്റെ ഒക്കെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് പേര് വന്നിട്ട് ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ട് ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് വെച്ചിട്ട് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്നൊക്കെ കണ്ടുപിടിച്ചു. പക്ഷേ അത് കുറേ പേര് ബയോളജിസ്റ്റ് ഒന്നും അത് ആക്സെപ്റ്റ് ചെയ്തില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഏറ്റവും കൺവിൻസിങ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത ഒരു പ്രൂഫിൻ്റെ ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഹാർഷി ചേസ് എക്സ്പെരിമെൻ്റ് എന്നാണ് നമ്മളിനി കോമൺലി പറയുന്നത്. ആൽഫ്രഡ് ഹാർഷിയും മാർത്ത ചേസും 1952 ഈ ഒരു എക്സ്പെരിമെൻറ്റ്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ വർക്ക് ചെയ്തത് ഒരു വൈറസിലാണ്. വൈറസ് എന്ന് പറഞ്ഞാൽ അത് ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യുന്നൊരു വൈറസാണ്. നമ്മൾ അതിന് പറയുന്ന പേരാണ് ബാക്ടീരിയോഫേജ്. ബാക്ടീരിയയെ കൊല്ലുന്ന അല്ലെ ബാക്ടീരിയയെ കഴിക്കാൻ കഴിവുള്ള എന്നുള്ള അർത്ഥമാണ് ബാക്ടീരിയോഫേജ് എന്നർത്ഥം. ഓക്കെ, ഈ ബാക്ടീരിയോഫേജ് ആണെങ്കിൽ ഒരു ബാക്ടീരിയയെ അറ്റാച്ച് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ ഈ ബാക്ടീരിയൽ സെല്ലിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാക്ടീരിയ സെല്ലിനകത്തേക്ക് ഈ പറഞ്ഞ വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ അങ്ങ് എൻ്റർ ചെയ്യുന്നു. ഓക്കെ, the bacterial cell treats the viral genetic material as if it was its own and subsequently manufactures more virus particles. എന്ത് ചെയ്യും? ഈ ബാക്ടീരിയൽ സെല്ല് ഈ വൈറൽസിൻ്റെ ഈ പറഞ്ഞ ജനറ്റിക് മെറ്റീരിയലും അതിൻ്റെ തന്നെ ആണെന്ന് വിചാരിച്ച് എന്ത് ചെയ്യും? അതിനെ കൂടെ അങ്ങ് റെപ്ലിക്കേഷനും ഒക്കെ നടത്തി കൂടുതൽ വൈറൽ പാർട്ടിക്കിൾസ് അങ്ങ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹാർഷി ആൻഡ് ചേസ് വർക്ക്ഡ് ടു ഡിസ്കവർ വെദർ ഇറ്റ് വാസ് പ്രോട്ടീൻ ഓർ DNA ഫ്രം ദ വൈറസസ് ദാറ്റ് എൻറ്റേഴ്സ് ദ ബാക്ടീരിയ. അപ്പോൾ ഈ ബാക്ടീരിയോഫേജിന് ഒരു പ്രത്യേകതയുണ്ട്. വൈറസ് എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു ജനറ്റിക് മെറ്റീരിയലും അതുപോലെ തന്നെ ഒരു പ്രോട്ടീൻ കോട്ടും മാത്രമാണ് ഈ പറഞ്ഞ വൈറസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ബാക്ടീരിയോഫേജ് എന്ന് പറയുമ്പം അതിനകത്ത് എന്താണുള്ളത്? DNA ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻ കോട്ടുമാണുള്ളത്. അപ്പോൾ DNA ആണോ പ്രോട്ടീൻ കോട്ടാണോ ഈ പറഞ്ഞ ബാക്ടീരിയയുടെ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഹാർഷി ചേസ് എക്സ്പെരിമെൻറ്റ് വഴിയാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, എന്താണ് ഈ വൈറസിനകത്തുനിന്ന് ബാക്ടീരിയക്കകത്തേക്ക് ട്രാൻസ്ഫോം ചെയ്ത ജനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടുപിടിച്ചത് ഹാർഷി ആൻഡ് ചേസിൻ്റെ എക്സ്പെരിമെൻറ്റ് വഴിയാണ്. പ്രോട്ടീൻ ആണോ DNA ആണോ എന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ, അതിന് അവർ ചെയ്ത എക്സ്പെരിമെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, കുറച്ച് വൈറസിനെ അവരെടുത്തിട്ട് എന്ത് ചെയ്തു? റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉള്ള മീഡിയത്തിനകത്തേക്ക് വളർത്തി. കുറച്ച് ബാക്ടീരിയോഫേജിനെ അവർ റേഡിയോ ആക്റ്റീവ് സൾഫർ ഉള്ള മീഡിയത്തിൽ വളർത്തി. ഓക്കെ, അപ്പോൾ കുറച്ച് ബാക്ടീരിയോഫേജിനെ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസിനകത്തും കുറച്ച് ബാക്ടീരിയോഫേജിനെ റേഡിയോ ആക്റ്റീവ് സൾഫറിലും വളർത്തി. Viruses grown in the presence of radioactive phosphorus contained radioactive DNA. ഓക്കെ, റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസിൽ വളർത്തിയ വൈറസസിൻ്റെ DNA ആണ് റേഡിയോ ആക്റ്റീവ് ആയത്. കാരണം ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഫോസ്ഫറസ് ഉള്ളത് കൊണ്ട്, എന്ന് വെച്ചാൽ നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് DNA-യിലുള്ളത് കൊണ്ട് അവരാണ് DNA ആണ് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസിൽ വളർത്തിയ ബാക്ടീരിയോഫേജിൽ റേഡിയോ ആക്റ്റീവ് ആയത്. ഓക്കെ, പ്രോട്ടീൻ റേഡിയോ ആക്റ്റീവ് ആയില്ല, കാരണം പ്രോട്ടീനകത്ത് ഫോസ്ഫറസ് അല്ലെങ്കിൽ ഫോസ്ഫറസ് ഇല്ല. ഓക്കെ, സിമിലർലി അതുപോലെ തന്നെ സൾഫറിനകത്ത് വളർത്തിയ റേഡിയോ ആക്റ്റീവ് സൾഫറിൽ വളർത്തിയ വൈറസസിൻ്റെ പ്രോട്ടീനാണ് റേഡിയോ ആക്റ്റീവ് ആയത്, DNA അല്ല റേഡിയോ ആക്റ്റീവ് ആയത്. കാരണം DNA-ക്കകത്ത് സൾഫർ ഇല്ല, പക്ഷേ സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് എവിടെയുണ്ട്? ഈ പറഞ്ഞ പ്രോട്ടീനകത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസിൽ വളർത്തിയ ബാക്ടീരിയോഫേജിൻ്റെ DNA ആണ് റേഡിയോ ആക്റ്റീവ് ആയത്. റേഡിയോ ആക്റ്റീവ് സൾഫറിൽ വളർത്തിയ ബാക്ടീരിയോഫേജിൻ്റെ പ്രോട്ടീനാണ് റേഡിയോ ആക്റ്റീവ് ആയത്. അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യം. ഓക്കെ, റേഡിയോആക്റ്റീവ് ഫേജസ് വെയർ അലൗഡ് ടു അറ്റാച്ച് ഈക്കോളൈ ബാക്ടീരിയ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ റേഡിയോ ആക്റ്റീവ് ഫേജസിനെയൊക്കെ കൂടെ നമ്മൾ ഈക്കോളൈ ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു. അപ്പോൾ എന്ത് ചെയ്തു? ഈ ബാക്ടീരിയോഫേജ് പോയിട്ട് ഈക്കോളൈ ബാക്ടീരിയ പോയി അറ്റാച്ച് ചെയ്തു. ഓക്കെ, ആസ് ദ ഇൻഫെക്ഷൻ പ്രൊസീഡഡ് ദ വൈറൽ കോട്ട്സ് വെയർ റിമൂവ്ഡ് ഫ്രം ദ ബാക്ടീരിയ ബൈ അജിറ്റേറ്റിംഗ് ദം ഇൻ എ ബ്ലെൻഡർ. അപ്പോൾ ഈ പ്രോസസ്സ് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്തു? ഈ ബാക്ടീരിയയെ നമ്മളൊരു ബ്ലെൻഡറിനകത്ത് വെച്ച് അജിറ്റേറ്റ് ചെയ്തപ്പം
നമുക്ക് ഈ വൈറസിൻ്റെ കോഡ്സ് കിട്ടി. ഓക്കെ, ദ വൈറസ് പാർട്ടിക്കിൾസ് വെയർ സെപ്പറേറ്റഡ് ഫ്രം ദ ബാക്ടീരിയ ബൈ സ്പിന്നിങ് ദം ഇൻ എ സെൻട്രിഫ്യൂജ്. നമ്മൾ എന്നിട്ട് സെൻട്രിഫ്യൂജ് വെച്ചിട്ട് ഒന്ന് കറക്കി ഒന്ന് സ്പിൻ ചെയ്തപ്പോഴത്തേന് നമുക്ക് വൈറസ് പാർട്ടിക്കിൾസിനെ ഈ ബാക്ടീരിയയുടെ പാർട്ടിക്കിൾസുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കിട്ടി. കാരണം വെയിറ്റിൽ ഡെൻസിറ്റിയിലൊക്കെ ഉള്ള വ്യത്യാസം കൊണ്ട് നമുക്ക് ഈ വൈറസ് പാർട്ടിക്കിൾസിനെയും ബാക്ടീരിയയുടെ പാർട്ടിക്കിൾസിനെയും തമ്മിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടി. ഓക്കെ, the bacteria which was infected with the viruses that had radioactive DNA were radioactive. അപ്പോൾ ഈ വൈറസ് ഇൻഫെക്റ്റ് ചെയ്ത ബാക്ടീരിയയെ നമ്മൾ നോക്കിയപ്പം അവയുടെ റേഡിയോ ആക്റ്റീവ് DNA ആണ് റേഡിയോ ആക്റ്റീവായിട്ട് ഉള്ളത്. ഓക്കെ, പ്രോട്ടീൻ അല്ല. അവയ്ക്കുള്ളിൽ റേഡിയോ ആക്ടിവിറ്റി കാണിച്ചത് ആരാണ്? DNA ആണ് റേഡിയോ ആക്ടിവിറ്റി കാണിച്ചത്. ഓക്കെ, അതിൽ നിന്ന് മനസ്സിലായി എന്താണ്? DNA വാസ് ദ ജനറ്റിക് മെറ്റീരിയൽ ദാറ്റ് പാസ്ഡ് ഫ്രം ദ വൈറസ് ടു ദ ബാക്ടീരിയ. അപ്പോൾ വൈറസിൽ നിന്ന് ബാക്ടീരിയയിലേക്ക് പോയ ജനറ്റിക് മെറ്റീരിയൽ എന്താണ്? DNA ആണെന്ന് മനസ്സിലായി. കാരണം പ്രോട്ടീൻ നോക്കിയപ്പോൾ അവിടെ എന്താണ് റേഡിയോ ആക്ടിവിറ്റി ഒന്നും കാണിച്ചില്ല, പക്ഷേ DNA ആണ് അവിടെ റേഡിയോ ആക്റ്റീവായിട്ട് കാണിച്ചത്. ഓക്കെ, ബാക്ടീരിയ ദാറ്റ് വെയർ ഇൻഫെക്റ്റഡ് വിത്ത് വൈറസസ് ദാറ്റ് ഹാഡ് റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ വെയർ നോട്ട് റേഡിയോ ആക്റ്റീവ്. ഓക്കെ, ഇൻഫെക്റ്റ് ചെയ്ത ബാക്ടീരിയ നമ്മൾ നോക്കിയപ്പോഴത്തേന് അവയുടെ റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻസ് ഒന്നും റേഡിയോ ആക്ടിവിറ്റി കാണിച്ചില്ല. ഓക്കെ, ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് പ്രോട്ടീൻസ് did not enter the bacteria from the virus. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം പ്രോട്ടീൻ അല്ല, പ്രോട്ടീൻ അവിടെ മേളിൽ തന്നെ ഇരിക്കുകയാണ്. DNA ആണ് വൈറസിൽ നിന്ന് ബാക്ടീരിയയിലേക്ക് എൻ്റർ ചെയ്തത് നമുക്ക് മനസ്സിലായി. DNA is therefore the genetic material that is passed from virus to bacteria. ഇവിടെ ആ ഫിഗർ നോക്ക്. ഫസ്റ്റ് ഫിഗർ കാണിച്ചിരിക്കുന്നത് ആ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ, അതാണ് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. അകത്തിങ്ങനെ നൂല് പോലെ കാണിച്ചിട്ടില്ലേ, കറുപ്പ് ബ്ലാക്ക് കളറിലും റെഡ് കളറിലും ഒക്കെ. ഇപ്പുറത്തെ സെക്കൻഡ് ഫിഗറിൽ റെഡ് കളറിൽ, ഫസ്റ്റ് ഫിഗറിൽ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ DNA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പുറത്ത് ഒരു പെൻറ്റഗൺ, ഒരു ഹെക്സഗൺ ഷേപ്പിലൊക്കെ കാണിച്ചിരിക്കുന്നതും ആ കാല് പോലെ കാണിച്ചിരിക്കുന്നതും ഒക്കെ എന്താണ്? പ്രോട്ടീനാണ്. ഓക്കെ, അപ്പം പ്രോട്ടീൻ കോട്ടും അകത്ത് ആ നൂല് പോലെ കാണിച്ചിരിക്കുന്ന ത്രെഡ് പോലെ കാണുന്നതാണ് DNA. അപ്പം ഫസ്റ്റ് ഫിഗറിൽ റേഡിയോ ആക്റ്റീവ് ലേബിൾഡ് പ്രോട്ടീൻ ക്യാപ്സ്യൂളാണുള്ളത്. റേഡിയോ ആക്റ്റീവ് സൾഫറാണ്. കാരണം സൾഫർ ആയതുകൊണ്ട് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് റേഡിയോ ആക്ടിവിറ്റിയുടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതുകൊണ്ട് അതെന്താണ്? റേഡിയോ ആക്റ്റീവ് ആണ്. അതെന്താണ്? സൾഫറിലാണ് നമ്മളത് വളർത്തിയേക്കുന്നത്. സൾഫറിൽ വളർത്തിയേക്കുന്നതുകൊണ്ട് തന്നെ അവിടെ പ്രോട്ടീൻ ക്യാപ്സ്യൂളാണ് അവിടെ റേഡിയോ ആക്റ്റീവായിട്ട് ഉള്ളത്. ഓക്കെ, ഇപ്പുറത്തെ ഫിഗറിലാണെങ്കിൽ നമ്മുടെ DNA ആണ് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. അതാണ് റേഡിയോ ആക്ടിവിറ്റി. അത് ഫോസ്ഫറസിലാണ് ഉള്ളത്. നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു, റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉള്ള മീഡിയത്തിൽ വളർത്തിയപ്പം എന്താണ്? DNA ആണ് റേഡിയോ ആക്റ്റീവ് ആയത്, മറ്റേ പ്രോട്ടീൻ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും വെച്ച് നമ്മൾ ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഫിഗർ നോക്ക്. ഫസ്റ്റ് ഫിഗർ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്? നമ്മൾ ബാക്ടീരിയോഫേജ് വെച്ച് ഇൻജെക്റ്റ് ചെയ്തു. അപ്പോഴത്തേന് ഒരു സാധനം, നമ്മുടെ DNA ആണ് അകത്തേക്ക് പോകുന്നത്. കണ്ടോ? DNA ആണ്, ആ ത്രെഡ് പോലത്തെ സാധനമാണ് അകത്തേക്ക് പോയത്. പുറമേ ഉള്ള പ്രോട്ടീൻ കോട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, പുറമേ തന്നെ ഇരിക്കുകയാണ്. ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് പോയത് എന്താണ്? ആ ത്രെഡാണ് പോയത്. ഓക്കെ, എന്ന് വെച്ചാൽ DNA ആണ് അകത്തേക്ക് പോയത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ മനസ്സിലായി, അത് നമ്മൾ സെൽസ് ഡിറ്റക്ട് ചെയ്തപ്പോൾ നമുക്ക് ഒരു സെൽസ് നമ്മൾ ഡിറ്റക്ട് ചെയ്തപ്പോൾ, ബാക്ടീരിയയുടെ സെല്ല് നമ്മളെടുത്ത് ഡിറ്റക്ട് ചെയ്തപ്പോൾ നമുക്ക് ഒരു റേഡിയോ ആക്ടിവിറ്റിയും കാണാനായിട്ട് സാധിച്ചില്ല. കാരണം എന്താണ്? ആ ബാക്ടീരിയയുടെ സെല്ലിനകത്തല്ല എന്താണ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സാധനം ഉള്ളത്. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീൻ എവിടെയായിരിക്കും അപ്പോൾ കാണപ്പെടുന്നത്? പുറത്ത് സൂപ്പർനേറ്റൻറ്റിലായിരിക്കും. ബാക്ടീരിയയുടെ ഉള്ളിലല്ല, പുറത്ത് സൂപ്പർനേറ്റൻറ്റിലായിരിക്കും ഉള്ളത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി, സൂപ്പർനേറ്റൻറ്റിൽ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി പ്രോട്ടീനാണ് സൂപ്പർനേറ്റൻറ്റിലുള്ളതെന്ന് മനസ്സിലായി. ഓക്കെ, ബാക്ടീരിയ അകത്തേക്ക് പോയത് ആരാണ്? സൾഫറിൻ്റെ റേഡിയോ ആക്ടിവിറ്റി കാണിച്ചതാണ് ആര്? പ്രോട്ടീൻ. അപ്പോൾ സൾഫറിൻ്റെ റേഡിയോ ആക്ടിവിറ്റി കാണിച്ചത് സൂപ്പർനേറ്റൻറ്റിലായതുകൊണ്ട് നമുക്ക് മനസ്സിലായി പ്രോട്ടീനാണ് സൂപ്പർനേറ്റൻറ്റിൽ പോയത്. അകത്തേക്ക് പോയത് ആരാണ്? DNA ആണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ സെയിം ഇവിടെ തന്നെ നമ്മൾ ബാക്ടീരിയോഫേജ് വെച്ച് ബാക്ടീരിയയെ ഇൻജെക്റ്റ് ചെയ്തു. അപ്പോഴും DNA അകത്തേക്ക് പോയി. അപ്പം നമ്മളിവിടെ ബാക്ടീരിയയെ നമ്മളിവിടെ റേഡിയോ ആക്ടിവിറ്റി ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ആണ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയത്.
റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് എവിടെയാണ് കണ്ടത്? DNA-യിലാണ് കണ്ടത്. ഓക്കെ, അപ്പം DNA ആണ് ഉള്ളിലേക്ക് പോയത് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ, സെൻട്രിഫ്യൂജ് ചെയ്തപ്പം ബാക്ടീരിയയുടെ സെൽസിൻ്റെ ഉള്ളിൽ DNA എന്ന് വെച്ചാൽ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷേ സൂപ്പർ നൈറ്റൻറ്റിൽ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് എവിടെയാണ് ഉള്ളത്? DNA-യിലാണുള്ളത്. ആ DNA ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ബാക്ടീരിയയുടെ ഉള്ളിലാണുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് പോയത് DNA ആണെന്നും പുറത്തിരിക്കുന്നത് അതിൻ്റെ പ്രോട്ടീൻ ആണെന്നും മനസ്സിലായി. ഓക്കെ, ഇതാണ് ഹാർഷി ചേസിൻ്റെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ DNA വേഴ്സസ് RNA. അപ്പോൾ നമ്മൾ DNA-യുടെ RNA-യുടെയും വ്യത്യാസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ നോക്കാം. RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ളത് ആർക്കൊക്കെയാണ്? കൂടുതലും വൈറസസിനൊക്കെയാണ്. ടൊബാക്കോ മൊസൈക്ക് വൈറസസ്, QB ബാക്ടീരിയോഫേജിനൊക്കെയാണ് കൂടുതലും RNA ജനറ്റിക് മെറ്റീരിയലായിട്ട് ഉള്ളത്. അപ്പം DNA ആണ് കൂടുതൽ ഓർഗാനിസത്തിനകത്തും ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ളത്. അതിന് കുറേ കാരണങ്ങളുണ്ട്. അപ്പം DNA-യും RNA-യും ജനറ്റിക് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞാൽ പോലും DNA-ക്ക് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ഇരിക്കാനുള്ള കുറേ ക്യാരക്ടേഴ്സ് DNA-ക്കുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ജനറേറ്റ് ഇറ്റ്സ് റെപ്ലിക്ക. അപ്പം ജനറ്റിക് മെറ്റീരിയൽ ആവണമെങ്കിൽ, ഒരു മോളിക്യൂള് ജനറ്റിക് മെറ്റീരിയൽ ആവണമെങ്കിൽ അതിന് ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് ഒക്കെ വേണം. അതേതൊക്കെയാണ്? ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ജനറേറ്റ് ഇറ്റ്സ് റെപ്ലിക്ക. റെപ്ലിക്കേഷൻ നടത്തി സ്വന്തമായിട്ട് പിന്നെയും റെപ്ലിക്കേഷൻ നടത്തി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. ഓക്കെ, ഇറ്റ് ഷുഡ് ബി കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി ബി സ്റ്റേബിൾ ആയിരിക്കണം. കെമിക്കലി സ്ട്രക്ചറലി സ്റ്റേബിൾ ആയിരിക്കണം. അത് ഓർഗാനിസത്തിൻ്റെ ചേഞ്ച് ഒന്നും വരുത്താനായിട്ട് പാടില്ല. പിന്നെ ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡ് ദ സ്കോപ്പ് ഫോർ സ്ലോ ചേഞ്ചസ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ എവല്യൂഷൻ. എവല്യൂഷൻ്റെ ഭാഗമായിട്ട് ചെറിയ ചേഞ്ചസ് ഒക്കെ ഓരോ ന്യൂക്ലിയോടൈഡിലും അങ്ങനത്തെ കുഞ്ഞു ചേഞ്ചസ് ഒക്കെ കാലാനുസൃതം വരാൻ അനുവദിക്കണം. ഓക്കെ, അങ്ങനത്തെ ചെറിയ മ്യൂട്ടേഷൻ ഒക്കെ വരാൻ അനുവദിക്കണം. അങ്ങനത്തെ ഉള്ളതായിരിക്കണം. പിന്നെ ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് ഇറ്റ്സെൽഫ് ഇൻ ദ ഫോം ഓഫ് മെൻഡേലിയൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ലോ ഓഫ് സെഗ്രിഗേഷനും അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് നമ്മൾ പഠിച്ചില്ലേ, അതെല്ലാം എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ് വേണം. സ്വന്തമായിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ് വേണം. അപ്പോൾ ഈ പറഞ്ഞ 4 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലാണ് ഒരു മോളിക്യൂളിനെ നമ്മൾ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഇതിനകത്തൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ബോത്ത് ന്യൂക്ലിക് ആസിഡ്സ് RNA-യും DNA ഹാവ് ദ എബിലിറ്റി ടു ഡയറക്റ്റ് ദെയർ ഡ്യൂപ്ലിക്കേഷൻ. നമ്മൾ നോക്കുകയാണെങ്കിൽ RNA-യും DNA-യും എന്ത് ചെയ്യുന്നുണ്ട്? റെപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ പ്രോട്ടീന് ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റത്തില്ല. പ്രോട്ടീന് സ്വയമേ ഇരുന്ന് റെപ്ലിക്കേഷൻ ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ട് നമുക്ക് പ്രോട്ടീനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ആരൊക്കെയുണ്ട്? RNA ഉണ്ട്, DNA ഉണ്ട്. ഓക്കെ, ഗ്രിഫിത്തിൻ്റെ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ഹീറ്റ് കില്ല് ചെയ്തപ്പോഴും എന്ത് പറ്റിയില്ല? ഈ DNA-ക്ക് മാറ്റമൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ടാണല്ലോ ഹീറ്റ് കില്ല് ചെയ്ത ബാക്ടീരിയയ്ക്കുള്ളിൽ നിന്ന് R സ്ട്രെയിനകത്തേക്ക് ജീവനുള്ളതിനകത്തേക്ക് ട്രാൻസ്ഫോം ചെയ്തത്. ഓക്കെ, അപ്പോൾ മനസ്സിലായി ഹീറ്റ് കില്ല് ചെയ്തെങ്കിൽ പോലും അവിടെ ഒരു മാറ്റവും സംഭവിച്ചില്ല. ഈ ജനറ്റിക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസിനൊന്നും ഒരു മാറ്റവും സംഭവിച്ചില്ല. അതാണ് പറഞ്ഞത് സ്റ്റേബിൾ ആയിരിക്കണം. അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിൻ്റെ ആ ഒരു പ്രോപ്പർട്ടീസ് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കണം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. എന്നിട്ട് നമ്മൾ ഹീറ്റ് ചെയ്തെങ്കിൽ പോലും നമ്മൾ പിന്നെ അതിൻ്റെ അപ്രോപ്രിയേറ്റ് കണ്ടീഷൻസ് കൊടുക്കുമ്പം അവർ പിന്നെയും ആ 2 സ്ട്രാൻഡ് സെപ്പറേറ്റ് ചെയ്ത് പോയാലും അത് പിന്നെയും ജോയിൻ ചെയ്യാനുള്ള ഒരു കഴിവ് DNA-ക്ക് കൂടുതലാണ്. ഓക്കെ, ഫർദർ 2' OH group present in at every nucleotides in RNA is a reactive group and makes RNA liable and easily degradable. നമ്മൾ DNA-യുടെ RNA-യുടെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു 2' പൊസിഷനിൽ RNA-ക്ക് ഒരു OH ഗ്രൂപ്പ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ റൈബോസ് ഷുഗർ എന്ന് പറഞ്ഞതും DNA-യെ ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് പറഞ്ഞതും. ഓക്കെ, അപ്പോൾ RNA-യിൽ ഒരു 2' OH ഗ്രൂപ്പ് കൂടുതലാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു റിയാക്റ്റീവ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് കുറച്ചുകൂടെ ആക്ടിവിറ്റി കൂടുതലായിരിക്കും RNA-ക്ക്. അതുകൊണ്ട് തന്നെ ഈസിലി ലയബിളാണ്, ഈസിലി നമുക്ക് ഡീഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. RNA ഈസ് ഓൾസോ നോൺ ഒരു കാറ്റലിറ്റിക് കൂടെയാണ്. ഒരുപാട് പ്രോസസ്സിനകത്ത് റിയാക്ഷൻസിനകത്തൊക്കെ കാറ്റലിസ്റ്റ് ആയിട്ടും കൂടെ ആക്ട് ചെയ്യുന്ന ഒരാളാണ്. ഈ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന ആളാണ് RNA എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ കൂടുതൽ റിയാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, DNA എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്റ്റേബിളാണ്, കുറച്ചുകൂടെ ലെസ് റിയാക്റ്റീവ് ആണ്. ഓക്കെ, ഈ RNA സംബന്ധിച്ചിടത്തോളം. Therefore, among the two nucleic acid, the DNA is better genetic material. അപ്പോൾ നമ്മൾ നോക്കുമ്പം കൂടുതൽ റിയാക്റ്റീവ് അല്ല, കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് ആരാണ്? DNA ആണ്. അതുകൊണ്ട് തന്നെ RNAയെക്കാളും DNA ആണ് കുറച്ചുകൂടെ ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ എന്ന് മനസ്സിലായി. In fact, the presence of thymine in the place of uracil also confers additional stability to DNA. യുറാസിലിനേക്കാളും കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ആരാണ്? തൈമിൻ ആണ്. തൈമിൻ കാണപ്പെടുന്നത് DNA-യിലാണ്. ഓക്കെ, പിന്നെ ബോത്ത് DNA ആൻഡ് RNA ആർ ഏബിൾ ടു മ്യൂട്ടേറ്റ്. RNA-ക്കകത്തും DNA-ക്കകത്തും മ്യൂട്ടേഷൻ നടക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ സ്ലോ ചേഞ്ചസ് നടക്കുന്നുണ്ട്. ഇൻ ഫാക്ട് RNA ബീയിങ് അൺസ്റ്റേബിൾ മ്യൂട്ടേറ്റ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ്. പക്ഷേ RNA-യിൽ അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് മ്യൂട്ടേഷൻ നടക്കും. കോൺസിക്വൻ്റ്ലി വൈറസസ് ഹാവിങ് RNA ജീനോം ആൻഡ് ഹാവിങ് ഷോർട്ടർ ലൈഫ് സ്പാൻ മ്യൂട്ടേറ്റ് ആൻഡ് ഇവോൾവ് ഫാസ്റ്റർ. അപ്പോൾ വൈറസസ്, RNA വൈറസസിൻ്റെ ഉള്ള ജീനോം എന്ന് വെച്ചാൽ വൈറസിന് RNA ആണ് അവയുടെ ജീനോമായിട്ടുള്ളതെങ്കിൽ അവരുടെ ലൈഫ് സ്പാൻ വളരെ ഷോർട്ടായിരിക്കും, അവരെളുപ്പം മ്യൂട്ടേറ്റഡ് ആവും, ഇവല്യൂഷനും എളുപ്പം നടക്കും. ഇപ്പോൾ നമ്മുടെ കൊറോണ വൈറസ് നോക്കുകയാണെങ്കിൽ അതൊരു RNA വൈറസ് ആണ്. അപ്പോൾ എളുപ്പം മ്യൂട്ടേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്, അവർക്ക് ലൈഫ് സ്പാൻ ഷോർട്ടർ ആയിരിക്കും. ഓക്കെ, അപ്പം RNA-ക്കാളും ബെറ്റർ എന്ന് പറയുന്നത് എന്താണ്? DNA ആണ്. എളുപ്പം മ്യൂട്ടേഷൻ സംഭവിക്കത്തില്ല, ചെറിയ ചെറിയ സ്ലോ ചേഞ്ചസ് മാത്രമേ നടക്കത്തുള്ളൂ. ഓക്കെ, RNA can directly code for synthesis of proteins, hence can easily express the character. അതുപോലെ തന്നെ RNA എളുപ്പം പ്രോട്ടീൻസിനെ സിന്തസൈസ് ചെയ്യുകയും ഈസി ആയിട്ട് ക്യാരക്ടേഴ്സിനെ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ, അതുകൊണ്ട് DNA എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻട്രൽ ഡോഗ്മ പഠിച്ചായിരുന്നു. സെൻട്രൽ ഡോഗ്മ ഞാൻ ജസ്റ്റ് പറഞ്ഞായിരുന്നു. DNA-യിൽ നിന്ന് ജനറ്റിക് മെറ്റീരിയൽ RNA-യിലേക്ക് പോകുന്നു, mRNA-യിലേക്ക് പോകുന്നു, അവിടുന്ന് പ്രോട്ടീനിലേക്കാണ് പോകുന്നത്. അപ്പോൾ DNA, RNA, പ്രോട്ടീനാണ് ഉണ്ടാവുന്നത്. DNA-ക്ക് തന്നെ പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം DNA, however, it depends on RNA for synthesis of protein. The protein synthesis machinery has evolved around RNA. ഈ RNA-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പറഞ്ഞ പ്രോട്ടീൻ സിന്തസിസിൻ്റെ മെഷീനറീസ് ഒക്കെ ഉള്ളത്. ഓക്കെ, അതിൽ നിന്ന് മനസ്സിലായി ബോത്ത് RNA-യും DNA-യും എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ജനറ്റിക് മെറ്റീരിയലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ മോർ സ്റ്റേബിളായിട്ടുള്ളത് DNA ആയത് കാരണം, അതെന്ന് വെച്ചാൽ നമ്മുടെ ജനറ്റിക് ഇൻഫർമേഷൻസിനെ കൂടുതൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് കാരണവും DNA ആണ് കൂടുതൽ ബെറ്റർ എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, മറ്റേത് പക്ഷേ ഈ RNA ഉണ്ടെങ്കിൽ മാത്രമേ എളുപ്പം നമുക്ക് ജനറ്റിക് ഇൻഫർമേഷൻസിനെ ട്രാൻസ്മിഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത്രയാണ് RNA-യും DNA-യും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഇത്രയും പറഞ്ഞത് നമുക്ക് മനസ്സിലായി DNA ആണ് കൂടുതൽ ബെറ്റർ എന്ന് മനസ്സിലായി. പക്ഷേ ജനറ്റിക് ഇൻഫർമേഷൻസിനെ ഈസി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ DNA-യിൽ നിന്ന് RNA-യിലേക്ക് പോകണം, RNA-യിൽ നിന്ന് പ്രോട്ടീനായിട്ട് മാറണം. ഓക്കെ, RNA വേൾഡ് ഇതോടെ പറഞ്ഞിട്ട് ക്ലാസ് നിർത്താം. ഓക്കെ, RNA ആണ് ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയാനുള്ള കാരണമാണ് പറയുന്നത്. ഓക്കെ, RNA എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾക്കും നമ്മുടെ പ്രോസസ്സിനും ഒക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള കുറേ പ്രോസസ്സിന് RNA ഒരു ഘടകമാണ്. എന്നുവെച്ചാൽ മെറ്റാബോളിസം, ട്രാൻസ്ലേഷൻ, സ്പ്ലൈസിങ്, ട്രാൻസ്ക്രിപ്ഷൻ ഒക്കെ നടക്കണമെങ്കിൽ എല്ലാം RNA വേണം. RNA ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ടാണ് mRNA ഉണ്ടാകുന്നത്. mRNA-യിൽ ട്രാൻസ്ലേഷൻ നടന്നെങ്കിൽ മാത്രമേ പ്രോട്ടീൻ ഉണ്ടാവത്തുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് മെറ്റാബോളിസത്തിനകത്തും സ്പ്ലൈസിങ് ഒക്കെ നടക്കണം. സ്പ്ലൈസിങ് ഒക്കെ നമ്മളിനി പഠിക്കും. അപ്പോൾ സ്പ്ലൈസിങ്ങിനകത്തൊക്കെ എന്ത് വേണം? ഈ RNA ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ, ട്രാൻസ്പോർട്ടിങ് ഏജൻ്റായിട്ടൊക്കെ. ഓക്കെ, അതുപോലെ തന്നെ ഇതൊരു പല കാറ്റലിസ്റ്റ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ലൈഫ് പ്രോസസ്സിനകത്തൊക്കെ ഇത് RNA നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, എൻസൈംസ് ആയിട്ടൊക്കെ. ഓക്കെ, ബട്ട് RNA ബീയിങ് എ കാറ്റലിസ്റ്റ് വാസ് റിയാക്റ്റീവ് ആൻഡ് ഹെൻസ് അൺസ്റ്റേബിൾ. നമ്മൾ പറഞ്ഞായിരുന്നു RNA എന്ന് പറഞ്ഞാൽ കൂടുതൽ റിയാക്റ്റീവ് ആയിട്ട് ഉള്ളത് കൊണ്ട് തന്നെ അവർ അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, therefore DNA has evolved from RNA with chemical modifications that make it more stable. അതുകൊണ്ട് തന്നെ DNA RNA-യിൽ നിന്നാണ് ഇവോൾവ് ആയത്, ചില കെമിക്കൽ മോഡിഫിക്കേഷനൊക്കെ നടത്തിയിട്ട്. എന്നിട്ട് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് ആരാണ്? DNA ആണ്. ഓക്കെ, DNA being double stranded and having complementary strand further resist changes by evolving a process of repair. ഓക്കെ, അപ്പം DNA-ക്കകത്ത് റിപ്പയറിങ് മെക്കാനിസം ഉണ്ട്. DNA-ക്ക് എന്തെങ്കിലും മ്യൂട്ടേഷനൊക്കെ സംഭവിച്ചാൽ തന്നെ അതിനെ ചെറുക്കാനുള്ള, അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് റിപ്പയറിങ് പ്രോസസ്സൊക്കെ DNA-ക്കകത്ത് ഉണ്ട്.
അതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് RNA എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ RNAയിൽ നിന്നാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ഒക്കെ നടന്നിട്ട് DNA ഉണ്ടായത്. DNA ആണ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. അതുപോലെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്സ് ഉണ്ട് അവർക്ക് എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് വന്നാൽ തന്നെ അതിനെ ഇവോൾവ് ചെയ്തിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള റിപ്പയറിങ് മെക്കാനിസം ഒക്കെ ഉണ്ട് DNA-യിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് റെപ്ലിക്കേഷൻ, ട്രാൻസ്ലേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ ഒക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ.